അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളുടെ പുതിയ ക്ലാസ് തുടങ്ങുകയാണ്. ക്ലാസ്സിലേക്ക് ആജ് കി ക്ലാസ് മേ ആപ് സഭീ കാ ഖൈർ മുഖദ്ദം ഹേ. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ക്ലാസ് ഏതാണ്? ഫന്നെ ഖുതൂത്ത് നിഗാരി. ഏതാണ്? ആർട്ട് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ആർട്ട് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, അതായത് കത്തെഴുത്ത് എന്ന കല. ആ കലയെ കുറിച്ചിട്ടാണ് നമ്മൾ ആമുഖമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടുക. ഒന്ന്, ഫന്നെ ഖുതൂത്ത് നിഗാരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത്, ഗാലിബ് ഖുതൂത്ത് നവീസി, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, ഗാലിബ് എങ്ങനെയാണ് കത്തെഴുതാൻ ആരംഭിച്ചത്, ഉറുദുവിൽ കത്തെഴുത്തിലെ അദ്ദേഹത്തിന്റെ സവിശേഷത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ലഭിക്കുന്നതാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഫന്നെ ഖുതൂത്ത് നിഗാരി. ഫന്ന് പറഞ്ഞാണ്, ഫന്ന് എന്ന് പറഞ്ഞാൽ കല, ആർട്ട്. ഖുതൂത്ത് പറഞ്ഞാൽ കത്തുകള്, നിഗാരി എന്ന് പറഞ്ഞാൽ എഴുത്ത്. ഫന്നെ ഖുതൂത്ത് നിഗാരി, ആർട്ട് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ആർട്ട് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ആർട്ട് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. മനസ്സിലായില്ലേ? അടുത്തത്, ഖുതൂത്ത് നിഗാരി ക്യാ ഹെ? എന്താണ് കത്തെഴുത്ത്? കത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് കത്തെഴുത്ത്? നമ്മൾ ഒരുപാട് കത്തെഴുത്ത് പറയണ്ടേ. എന്താ ഈ കത്തെഴുത്ത് എന്ന് പറഞ്ഞാല്? എന്താണ് അതിന്റെ പ്രത്യേകത? മറ്റുള്ള എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഈ കത്തെഴുത്തിനെ എന്ന് നമുക്ക് നോക്കാം. ഖുതൂത്ത് നിഗാരി ക്യാ ഹെ? കത്തെഴുത്ത് എന്താണ്? വാട്ട് ഈസ് ഖുതൂത്ത് നിഗാരി? എന്താണ് ലെറ്റർ റൈറ്റിംഗ്? ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖത്ത് എന്താണ്? ഷഖ്സി ചീസ് ഹെ. നമുക്ക് ആദ്യം ഇത് വായിക്കാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഖത്ത് എന്താണ്? ഷഖ്സി എന്താണ്? വ്യക്തിപരമായ ഒരു കാര്യം, ഇൻഡിവിജ്വൽ തിങ് ആണ്, വ്യക്തിപരമായ കാര്യമാണ് എന്ത്? കത്ത് എന്ന് പറഞ്ഞാല്. ഉസ്മേ സിർഫ്, അതിലെന്തായിരിക്കും? സിർഫ് ഏക് ആവാസ് ഉബർത്തി ഹെ. ഈ കത്തിൽ എന്തായിരിക്കുന്നതാണ്? ഒരേ ഒരു ശബ്ദം മാത്രമേ അതിൽ പുറത്തു വരുള്ളൂ, അല്ലെ? അതായത് കത്തെഴുതുന്ന ആളുടെ ആ ശബ്ദം മാത്രം, അയാളുടെ മനസ്സിലുള്ള വികാരങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ കത്തിലൂടെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് ശബ്ദമാണ്? വോഹേ, ആ ശബ്ദമാണ് മക്തൂബ് നിഗാർ കി ആവാസ്. മക്തൂബ് നിഗാറിന്റെ ശബ്ദമാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? കേൾക്കാൻ സാധിക്കുക. മക്തൂബ് നിഗാറിന്റെ ശബ്ദമാണ് നമ്മൾക്ക് ഇതിലൂടെ കേൾക്കാൻ സാധിക്കുക, അല്ലെ? കത്തിലൂടെ ഒരേ ഒരു ശബ്ദം മാത്രമേ മുഴുകി കഴിക്കുള്ളൂ. ആ കേൾക്കുന്ന ശബ്ദം ആരുടെ ആയിരിക്കും? മക്തൂബ് നിഗാർ. നമ്മൾ ഇതിൽ പ്രത്യേകം നോക്കേണ്ടത്, ഒന്ന് മക്തൂബ് നിഗാർ ആണ്, മറ്റൊന്ന് മക്തൂബ് ഇലൈഹി ആണ്. ആർക്കാണ് കത്ത്? ഒന്ന് കത്ത്. രണ്ടാമതോ, ആരാണ് കത്ത് എഴുതുന്നത്? അയാൾക്ക് എന്ത് പറയുന്നതാണ്? ഒന്നല്ലെങ്കിൽ കാത്തിബ് എന്ന് പറയും, അല്ലെങ്കിലോ മക്തൂബ് നിഗാർ എന്നും പറയാറുണ്ട്. പിന്നെ ആർക്കാണ് കത്ത് എഴുതുന്നത്? അതിനെന്ത് പറയുന്നതാണ്? മക്തൂബ് ഇലൈഹി എന്നും പറയാറുണ്ട്. ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഖത്ത്, ഇനി ഒന്നുകൂടി വായിച്ചോ. ഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഖ്സി ചീസ്, വ്യക്തിപരമായ ഒരു കാര്യമാണത്. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കാൻ അദ്ദേഹത്തിനുള്ള താല്പര്യങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താവുന്നതാണ്? കത്തിൽ അടങ്ങിയിരിക്കുക. തുടങ്ങിയ കാര്യങ്ങളാണ് കത്തിൽ അടങ്ങിയിരിക്കുക. തുടങ്ങിയ ജോ, ആ ശബ്ദം എന്തായിരിക്കും? നമ്മൾ കത്തിലൂടെ എഴുതുമ്പോ ജോ 100%, 100%, സൗ പറഞ്ഞാൽ 100, ഫീസദ് പറഞ്ഞാൽ ശതമാനം, 100% ജാതി ഹോത്തി ഹേ. അത് വ്യക്തിപരം. വ്യക്തി, ജാതി പറഞ്ഞാലോ വ്യക്തിപരമായിരിക്കും, അല്ലെ? ഈ കത്തിലൂടെ മുഴങ്ങി കേൾക്കുന്ന ആ ശബ്ദം, അല്ലെ കത്തിലൂടെ വിവരിക്കുന്ന കാര്യങ്ങള്, അതെന്തായിരിക്കും? അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത 100% എന്തായിരിക്കും? അത് 100%, 100%, 100% അതെന്തായിരിക്കുന്നതാണ്? ആ കത്തിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ 100% എന്തായിരിക്കുന്നതാണ്? ജാതി ഹോത്തി ഹേ, വ്യക്തിപരമായിരിക്കും. ആ വ്യക്തിയുടെ സ്വകാര്യ കാര്യങ്ങളായിരിക്കും കത്തിലടങ്ങിയിരിക്കുക. കാരണം ഈ കത്തെന്തായിരിക്കും? ആർക്കാണ് എഴുതുന്നത്? ഇത് ഓരോരുത്തരെന്താവും? തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ കാര്യങ്ങൾ മാത്രമേ അതിലെന്ത് ചെയ്യുള്ളൂ? ഉൾപ്പെടുത്തുകയുള്ളൂ. ചിലപ്പോ ഒഫീഷ്യലായിട്ട് കത്തുണ്ടാവും, അത് വേറെ കത്ത്. ഇത് വ്യക്തിപരമായിട്ടുള്ള കത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. ഈ ആവാസ്, അല്ലേ? ഈ ശബ്ദം എന്തായിരിക്കും? ഖുതൂത്ത് നിഗാരിക്ക് ദൂസരി ആവാസോं से बिल्कुल मुख्तलिफ होती है. നേരെ ശ്രദ്ധിക്കുകയും, ഈ കത്തിലൂടെ മുഴങ്ങി കേൾക്കുന്ന ആ ശബ്ദം, അതില് കത്തിലൂടെ മുഴങ്ങി കേൾക്കുന്ന ആ ശബ്ദം എന്താണ്? ഖുതൂത്ത് നിഗാരിക്ക്, കത്തെഴുത്തുകാരന്റെ ദൂസരി ആവാസോं से, മറ്റുള്ള ശബ്ദങ്ങളിൽ നിന്ന് ബിൽക്കുൽ മുഖ്തലിഫ് ഹോത്തി ഹേ, തീർത്തും, ബിൽക്കുൽ പറഞ്ഞാൽ തീർത്തും, കംപ്ലീറ്റ്ലി മുഖ്തലിഫ് ഹോത്തി ഹേ. കാരണം നമ്മള് ഉദാഹരണം, ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ്? ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ അയാളുടെ വാട്സപ്പിൽ ചാറ്റിംഗ് നോക്കിയാൽ മതി. അപ്പൊ അയാളും മറ്റുള്ള ചാറ്റിങ്ങും തമ്മിലുള്ള എന്താണ്?
പിന്നെ ബന്ധം നമുക്ക് എന്തായാലും കഴിയുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനേക്കാളും സ്വകാര്യമാണ് ഏത്? ഇമെയില്. അതിനേക്കാളും സ്വകാര്യമാണ് ഏത്? കത്തെഴുത്ത്. കാരണം കത്ത് ഒരാൾ മറ്റൊരാൾക്ക് പണ്ട് എഴുതുകയാണെങ്കിൽ ആ കത്തിൽ എന്തായിരിക്കും? അയാളുടെ മനസ്സിലുള്ള വികാരങ്ങള്, അയാളൊരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ മൂപ്പരെന്ത് ചെയ്യും? ആർക്കാണ് എഴുതുന്നത് അയാൾക്ക് ആർക്കാണ് എഴുതുന്നത് അയാളോട് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ചെയ്യുക. അപ്പൊ ഇയാൾ വിചാരിക്കുക എന്താണ്? ഈ കത്ത് എന്ത് ചെയ്യും? അവരിൽ എത്തിച്ചേർന്നാല് പിന്നെ അയാൾ വായിച്ചിട്ട് എന്താ ചവറ്റുകൊട്ടിയിൽ വലിച്ചെറിയും എന്നല്ല കരുതുക. അപ്പൊ ഇത് കാരണം കൊണ്ട് ഇയാൾ മനസ്സിലുള്ള യഥാർത്ഥ സ്വഭാവങ്ങൾ ഫുള്ള് ഏതിൽ വരും? കത്തിൽ എന്താവുന്നതാണ് കാണാൻ സാധിക്കും. അത് എത്ര വലിയ ആളുകൾ, ഉദാഹരണം മോഡി അല്ലെങ്കിൽ അമിത് ഷാ, ഇന്നത്തെ ഭരണാധികാരികൾ, അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ ഹാലി, അൽതാഫ് ഹുസൈൻ ഹാലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഖ്ബാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇനി ഗാലിബിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേൾക്കും. ഇനി വരാൻ പോണ കത്തുകൾ നിങ്ങൾക്ക് എന്തായാലും പഠിക്കും. പക്ഷെ ഈ ഗാലിബ് മഹാനായ കവിയാണ്, ഒരു വലിയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഈ ഉറുദുവിൽ അറിയപ്പെട്ട ഉറുദുവിന്റെ ഗസലിന്റെ രാജാവ് എന്ന് മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറയാൻ കഴിയും. അത്രക്കും വലിയൊരു, ഇന്നും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ മോഡേൺ ആയ ഒരു കവിയാണ് ആര്? 200 വർഷം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഇന്നും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കത്തുകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വേറൊരു വ്യക്തിനെ നമ്മൾ കാണുന്നത്. അദ്ദേഹം അല്ല നമ്മൾ കാണുന്നത്. അദ്ദേഹം അതിലെന്തുണ്ട്? ഗാലിബ് ഒരു സാധാരണ മനുഷ്യനായിട്ട്, അയാൾക്ക് വികാരങ്ങളുണ്ട്, അയാൾക്ക് ദേഷ്യമുണ്ട്, അയാൾക്ക് സ്നേഹമുണ്ട്, അയാൾക്ക് എന്തുണ്ട്? മറ്റുള്ള ആവശ്യങ്ങളുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ നമുക്ക് അത് എവിടെ കാണാൻ സാധിക്കും? കത്തിലൂടെ നമുക്ക് എന്താവുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പൊ പറയണത്. ഈ ആവാസ്, ഈ കത്തിലൂടെ വരുന്ന ശബ്ദം എന്ന് പറഞ്ഞ വിഷയം, ഖുതൂത് നികാരിക്ക്, കത്തെഴുത്തുകാരന്റെ ദൂസരി ആവാസോൻസെ, മറ്റുള്ള ശബ്ദങ്ങളിൽ നിന്ന് ബിൽക്കുൽ മുഖ്തലിഫ് ഹോത്തി ഹൈ, തീർത്തും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. യഹാ ഹമേ കാത്തിബ്, എന്താണ് കാത്തിബ് ട്ടോ, കാത്തിബ് എന്താ വയ്ക്കുക? കാത്തിബ് പറഞ്ഞ എഴുതുന്ന ആള്, റൈറ്റർ. കാത്തിബിക്ക് ഒന്നല്ലേ ഉള്ളൂ. യഹാ കാത്തിബിന്റെ എന്താണ്? ദിൽ കി ധഡക്കൻ സുനായി ദേത്തി ഹേ. ഈ കത്തിൽ എന്താ? കത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഹമേം, യഹാം പറഞ്ഞ ഈ കത്തില് ഹമേ, നമ്മൾക്ക് എന്താവുന്നതാണ്? കാത്തിബ് ട്ടോ, ഞാൻ ന്യൂനല്ലാട്ട് അടിയിൽ സുക്കൂൻ ഇടണം, കുത്തിടണം. കാത്തിബിക്ക് ദിൽ കി ധഡക്കൻ, മനസ്സിന്റെ എന്താവുന്നതാണ്? മനസ്സിന്റെ മിടിപ്പുകൾ എന്താവുന്നതാണ്? സുനായി ദേത്തി ഹേ, കേൾക്കാൻ സാധിക്കും. സുനായി ദേത്തി ഹേ. ഓർ അതോടൊപ്പം എന്തും കേൾക്കാം ഇവിടെ. ഓർ ഉസ്കി വോ ബാത്തേൻ, അദ്ദേഹത്തിന്റെ ഉസ്കി വോ ബാത്തേൻ, അതോടെ കഴിഞ്ഞു. ഉസ്കി വോ ബാത്തേൻ ജോ കുലെ ആം ഇസാർ കർനെ സെ ബാസ് രഹ്താ ഹൈ. അദ്ദേഹം എന്താവുന്നതാണ്? ഉസ്കി, ആ കാര്യങ്ങള്, ഈ കത്തിൽ എന്തുണ്ടായിരിക്കുന്നതാണ്? ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ജോ, എങ്ങനത്തെ കാര്യങ്ങൾ എന്നറിയോ? എങ്ങനത്തെ കാര്യങ്ങൾ? വോ അത് കുലെ ആം പറഞ്ഞ പരസ്യമായിട്ട്, കുലെ ആം പറഞ്ഞാല് എഴുതിക്കോളിൻ. കുലെ ആം പറഞ്ഞാല് പരസ്യമായി. കുലയാം പറഞ്ഞാല് പരസ്യമായിട്ട്, ഇസാർ കർണ എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക. പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് എന്താവുന്നതാണ്? ബാസ് രഹന, വിട്ടു നിൽക്കും. അയാൾ മൂപ്പര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതും, കത്തിലെഴുതും. അതെങ്ങനെ? പരസ്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതിൽ വിട്ടു നിൽക്കും. ബാസ് രഹന എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക കേട്ടോ. ബാസ് രഹന എന്ന് പറഞ്ഞാല് വിട്ട് നിൽക്കുക. ബാസ് രഹന എന്ന് പറഞ്ഞാല് വിട്ട്, ഇതെന്താ പഠിച്ചോനത് ഇങ്ങനെ? എന്താ ബാസ് രഹന എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടു നിൽക്കുക. ബാസ് രഹന എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക. അദ്ദേഹം എന്താണ്? പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നതിൽ വിട്ടു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഏതിലുണ്ടാവും? ഉസ്കി വോ ബാത്തിൻ, ആ കാര്യങ്ങൾ. ജോ, എങ്ങനത്തെ കാര്യങ്ങൾ എന്നറിയോ? വോ കുലെ ആം ഇസാർ കർനെ സെ ബാസ് രഹ്താ ഹൈ. ബാസ് രഹന എന്ന് പറഞ്ഞാല് വിട്ടു നിൽക്കുക. എന്ത് പറയാ? ബാസ് രഹന വിട്ടു നിൽക്കുക. ഖുതൂത്ത് കുലം കുല ഇസാർ കർത്തെ ഹൈ. ഖുതൂത്ത് മേ ട്ടോ. ഖുതൂത്ത് മേ പറഞ്ഞാൽ കത്തുകളിൽ എന്താവുന്നതാണ്? കുലം കുല എന്ന് പറഞ്ഞാല് വെട്ടി തുറന്നിട്ട് പരസ്യമായിട്ട് എന്താവുന്നു? ഇസാർ ഹോത്തി ഹേ. ഖുതൂത്ത് മേ എന്താവുന്നതാണ്? കുലം കുല, വ്യക്തമായിട്ട് പരസ്യമായിട്ട് എന്താവുന്നതാണ്? പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനത്താണ് കത്ത് എന്ന് പറയണാല്. പിന്നെ മക്തൂബ് നിഗാർ ചാഹെ കിത്ന ഹി ബഡാ ശഖ്സ് ക്യോ ന ഹോ, എത്ര തന്നെ വലിയ വ്യക്തി ആയിക്കോട്ടെ, ശഖ്സ് ആയിക്കോട്ടെ, എത്ര തന്നെ വലിയ വ്യക്തി ആയിക്കോട്ടെ, ഉൻകി ശഖ്സിയത്ത് പർസെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ നിന്ന്
പർദെ മൂടുപടങ്ങൾ എന്താവുന്നു ഏക് കർക്ക് ഓരോന്നായിട്ട് എന്താവുന്നു ഹട്ട് ജാത്തിയെ. നമ്മൾ കത്ത് വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും കത്ത് നമ്മൾ അൽത്താഫ് ഹുസൈനെ നമ്മൾ എന്താണ് വലിയൊരു മൗലാനായിട്ട് നമ്മൾ കാണുക. എന്നാൽ ഇവരെ എഴുതിയ മറ്റുള്ളവർക്ക് എഴുതിയ കത്ത് വായിക്കുമ്പോൾ നമ്മൾ എന്താ അതിൽ ആരെ കാണാം? ഒരു അൽത്താഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യനെയും അദ്ദേഹം എന്താണ് സ്നേഹിക്കാനും അതുപോലെ തന്നെ വെറുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാനും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുള്ള ഒരു പച്ചയായ മനുഷ്യനെ നമുക്ക് കാണാം. ആരില്ലേ? അൽത്താഫ് ഹുസൈന്റെ കത്തുകളില്. അതുപോലെ തന്നെ ഇഖ്ബാലിന്റെ കത്തുകളില്. ഇഖ്ബാൽ നമ്മൾ വലിയ കവിയായിട്ട് കാണുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ്, പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? അദ്ദേഹം മറ്റുള്ളവർക്ക് എഴുതിയ കത്തുകളാണ്. അപ്പൊ അതാണ് ഇവിടെ പറയണത്. മക്തൂബ് നിഗാർ ചാഹെ ആയിക്കോട്ടെ, ചാഹെ എന്ന് പറഞ്ഞാൽ വെദർ ആയിക്കോട്ടെ, കിത്നാഹി എത്ര തന്നെ ബഡാ ഷഖ്സ് ക്യോ നഹോ, എത്ര തന്നെ വലിയ വ്യക്തി ആയിക്കോട്ടെ, അതൊരു പ്രയോഗം കേട്ടോ, എത്ര തന്നെ വലിയ വ്യക്തി ആയിക്കോട്ടെ. അല്ലെങ്കിൽ എന്താ പേര്, ഷബാന ഹി ക്യോ നഹോ, അല്ലെങ്കിൽ തസ്നി ഹി ക്യോ നഹോ, തസ്നി തന്നെ ആയിക്കോട്ടെ എന്ന് നമ്മൾ പറയാറില്ല, അത് അതിന് പ്രയോഗം കേട്ടോ. ചാഹെ തസ്നി ഹി ക്യോ നഹോ, ഉൻകി ഷഖ്സിയത്ത് അവരുടെ വ്യക്തിത്വം എന്താവുന്നതാണ്, വ്യക്തിത്വത്തിന്റെ മോളിൽ നിന്ന് എന്താവുന്നതാണ്, പർദ പറഞ്ഞ മൂടുപടം, ഏക് കർക്കെ ഓരോന്നായിട്ട് എന്താവുന്ന ഹട്ട് ജാത്തെ ഹേ മാറുന്നതാണ്. അടുത്തത് ഇത് സ്കിപ്പ് ചെയ്യണം. ഹുത്തൂത്ത് ഇനി അടുത്തത്. ഇതൊക്കെ നമ്മള് കത്തെഴുത്തിന്റെ പ്രത്യേകതകൾ പറയട്ടോ. ഇപ്പൊ നമ്മൾ ഗാലിബിന്റെ കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഈ കത്തെഴുത്ത് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു വരുന്നത്. ഹുത്തൂത്ത് മേ മക്തൂബ് നിഗാരിക്ക് സിഹ്നിയത്ത് ഉൻകി സോച്ചോ ബിച്ചാറ്, അതുപോലെ തന്നെ ഉൻകി ഖുഷോ എന്താണ് ഉൻകി ഖുഷിയോ വം, പിന്നെ മുഹബ്ബത്തോ നിഫ്രത്ത് और दूसरों से उनका ताल्लुक वगैरह के बारे में गर्ज कातिब अपने बारे में गर्ज कातिब अपने जुमला खुबियों और खामियों के साथ उजागर होती है. എന്താ പറയണത്? ഹുത്തൂത്ത് മേ കത്തിലെ മക്തൂബ് നിഗാർ ഇരിയുന്നില്ലട്ടോ, വിട്ടണം. മക്തൂബ് നിഗാർ കത്ത് എഴുതുന്ന ആളുടെ സിഹിനിയത്ത് എഴുതിക്കോളിയും. സിഹിനിയത്ത് പറഞ്ഞാലും പിന്നെ മനോനില, മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ ഉൻകെ സോച്ചോ ബിച്ചാർ അദ്ദേഹത്തിന്റെ ചിന്ത, ഏത് വിധത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉൻകി ഖുഷിയോം അദ്ദേഹത്തിന്റെ സന്തോഷം, അത് അദ്ദേഹം അവിടെ പങ്കുവെക്കും, കത്തിൽ പങ്കുവെക്കും. ഗം പറഞ്ഞാലോ ദുഃഖങ്ങളും സന്തോഷങ്ങളും എവിടെ പങ്കുവെക്കും? കത്തിൽ പങ്കുവെക്കും. ഒരു മുഹബ്ബത്തോ നഫ്രത്ത് സ്നേഹവും അതുപോലെ തന്നെ വെറുപ്പും അദ്ദേഹം എവിടെ പങ്കുവെക്കും? കത്തിൽ പങ്കുവെക്കും. ഒരു ദൂസരോൻസെ ഉൻകാ താല്ലുക്ക് മറ്റുള്ളവരുമായിട്ട് ഉൻകാ താല്ലുക്ക് കേട്ടോ എന്താ വായിക്കാ? താല്ലുക്ക്. ഞാൻ ഇവിടെ ഇതാ ആ താല്ലുക്ക് ഇത് എന്തെങ്ങനെ ഇതിപ്പോ പടച്ചോനെ, ഇത്രയും നേരം നല്ല നിലയിൽ പോയിരുന്നു. താല്ലുക്ക് എന്താ വായിക്കാ? താല്ലുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ട്ടോ. താല്ലുക്ക് മനസ്സിലായില്ലേ? താല്ലുക്ക് വഗൈറ എന്ന് പറഞ്ഞാൽ പോലോത്ത ഒക്കെ ബാരമേ തുടങ്ങിയവയെ കുറിച്ച് പിന്നെ ഗറസ് ചുരുക്കി പറഞ്ഞാല് കാത്തിബ് പത്ത ചെലുത്താൻ ഇവിടെ എന്ത് ചെയ്യണം? പത്തചലന വിവരം ലഭിക്കുന്നു. പത്തചലന എന്ന് പറഞ്ഞാല് വിവരം ലഭിക്കുന്നു. പത്തചലത്താ ഹേ എവിടെ എഴുതേണ്ടത്? ഇവിടെയാണ് എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ വയറൊക്കെ ബാരമേ എന്താവുന്നു? കത്തുകളിൽ നമുക്ക് എന്താവുന്നതാണ്? വിവരം കിട്ടുന്നു അല്ലെ? എന്തൊക്കെയാണ്? ഹുത്തൂത്ത് മക്തൂബ് നിഗാർക്ക് സിഹ്നിയത്ത് ഉൻകെ സോച്ചോ ബിച്ചാറ് ഉൻകെ ഖുഷിയോം और मोहब्बत और नफरत और दूसरों से उनका ताल्लुक वगैरह के बारे में पता चलता है. ഗറസ് ചുരുക്കി പറഞ്ഞാല് കാത്തിബ് അപ്പിനെ ജുംല മുഴുവൻ എന്താ പറയാ? മുഴുവൻ. ജുംല എന്ന് പറഞ്ഞാല് എന്താണ്? മുഴുവൻ. ജുംല ഖുബിയോ എന്ന് പറഞ്ഞാലോ മുഴുവൻ സവിശേഷതകള്, അദ്ദേഹത്തിന്റെ ഖുബി പറഞ്ഞ സവിശേഷത. അതുപോലെ തന്നെ എന്താണ്? ഹാമി പറഞ്ഞാൽ എന്താണ്? പോരായ്മകള്. അദ്ദേഹത്തിന്റെ പോരായ്മകളും അദ്ദേഹത്തിന്റെ മുഴുവൻ പോരായ്മകളും അതുപോലെ തന്നെ സവിശേഷതകളോടുകൂടെ സാത്ത് ഉജാഗിർ ഹോത്തി ഹേ ഷബാന, ഉജാഗിർ ഹോത്തി ഹേ എന്ന് പറഞ്ഞാൽ വ്യക്തമാകുന്നു. ഏതിലെ? കത്തുകളിൽ നമുക്ക് എന്താവുന്നതാണ്? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താവുന്നതാണ്? വ്യക്തമാവുന്നതാണ്. അടുത്തത് ഹുത്തൂത്ത് നിഗാരി. എന്താണ് ഹുത്തൂത്ത് നിഗാരി എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ ഹുത്തൂത്ത് നിഗാറിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഹുത്തൂത്ത് നിഗാർ എന്താണ്? ഷഖ്സി ചീസാണ്. അതിലെന്താണ്? ഒരു വ്യക്തിയുടെ എന്താവുന്ന വ്യക്തിപരമായ വികാരങ്ങളും മാത്രമേ ഇതിൽ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞു അല്ലേ? അത് അയാളുടെ സാധാരണ ഒരു പബ്ലിക് പേഴ്സണാലിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വ്യത്യാസമായിരിക്കും കത്തുകളിൽ നമ്മൾ വായിക്കുന്ന അദ്ദേഹത്തിന്റെ വികാരങ്ങളിലെ.
ഖുത്തൂത്ത് നിഗാരി. ഇനി അടുത്ത ഖുത്തൂത്ത് നിഗാരി എന്താണ്? ദോ ശഖ്സോं का मुआमला है. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ് എന്ത്? ഖുത്തൂത്ത് നിഗാരി എന്ന് പറയുന്നത്. ഉസ്മേ ഹർ തരഹ്കെ എല്ലാ നിലക്കുള്ള തരഹ് പോലത്തെ എല്ലാ രീതിയിലുമുള്ള ജസ്ബാത്തിക്ക് സ്വഹീ തർജുമാനി ഹോത്തി ഹേ. വികാരങ്ങളുടെ യഥാർത്ഥ എന്താവുന്ന തർജുമാനി എന്താണ്? തർജുമാനി പറഞ്ഞാല് റെപ്രസെന്റ് ചെയ്യുക, എല്ലാ തരത്തിലുള്ള ശരിയായ രീതിയിൽ എന്താവുന്ന അതിലെന്താവുന്നതാണ് വിവരിക്കുന്നതാണ്. തർജുമാനി ഹോത്തി എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും ശരിയായ രീതിയിൽ സ്വഹീ തർജുമാനി ഹോത്തിയെ ശരിയായ രീതിയിൽ എന്താവുന്നതാണ് പ്രകടിപ്പിക്കുന്നതാണ്. ഇനി അടുത്തത് കത്ത് എങ്ങനെയൊക്കെ എഴുതാം, ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ കത്തുകൾ എഴുതാം? ഒന്ന് ജാതി ഖറസ ലിഖി ജാതി ഹൈ അല്ലെ, ലിഖി ജാതി കത്തുകൾ എന്താവുന്നതാണ്? ജാതി ഖറസ എന്താണ്? വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താവുന്നതാണ് ഒരാൾ മറ്റൊരാൾക്ക് എന്താവുന്നതാണ് കത്ത് എഴുതുന്നതാണ് അല്ലെ, ജാതി ഖറസ. പിന്നെ കബി ദൂസരോക്ക് ബലായിക്ക് ഖാത്തിർ, ചിലപ്പോൾ എന്താവുന്നതാണ് മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താവുന്നതാണ് ഖാത്തിർ. കീ ഖാത്തിർ പറഞ്ഞാണ് കീ ഖാത്തിർ വേണ്ടിയിട്ട്. ജാതി പറഞ്ഞാൽ വ്യക്തിപരമായ, ഖറസ പറഞ്ഞാലോ ആവശ്യം, ഖറസ പറഞ്ഞാല് ആവശ്യം. लिखे जाते हैं कभी എന്താണ് जाती ഖറസ से लिखे जाते हैं कभी दूसरों की भलाई की खातिर भलाई के लिए की खातिर പറഞ്ഞാല് के लिए വേണ്ടിട്ടോ വേണ്ടി लिखे जाते എഴുതപ്പെടുന്നു. മുഖ്തസർ ചെറുതുണ്ടാവും, ചിലപ്പോ തൊവീൽ ഉണ്ടാവും, ചിലപ്പോ ചില കത്തുകൾ എന്താകും ചെറുതായിരിക്കും. മുഖ്തസർ എന്താണ്? മുഖ്തസർ എന്ന് പറഞ്ഞാല് ചെറുതായിരിക്കും. തൊവീൽ ഖറസ് ചുരുക്കി പറഞ്ഞാൽ ഏകെ എന്താണ്? ഹർ കിസം കെ ഖുതൂത്ത് പായ ജാത്തെ, എല്ലാ തരത്തിലുള്ള കത്തുകളാണ് നിങ്ങൾക്ക് എന്താവുന്നതാണ് കാണാൻ സാധിക്കുന്നതാണ്. ആം തൗർ പർ ഇത് വല്ലാതെ ഇമ്പോർട്ടന്റ് ഇല്ല, അത് ഞാൻ ഇടയിൽ കൂട്ടിച്ചേർത്താണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം വളരെയധികം നേരത്തിൽ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ ഇവിടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പക്ഷെ ഇനി പറയാൻ പോണ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ഇല്ല, വല്ല ഇമ്പോർട്ടന്റ് ഇനി പറയാൻ പോണ കാര്യങ്ങളല്ല ഈ ബ്രാക്കറ്റിലിട്ടത്. ആം തൗർ പർ മക്തൂബ് നിഗാർക്ക് യഖീൻ ഹോത്താ ഹൈ, സാധാരണഗതിയിൽ കത്തെഴുത്തുകാരൻ എന്താവുന്നതാണ് ഉറപ്പിക്കുന്നതാണ് കത്തെഴുത്തുകാരന് ഉറപ്പാണ് എന്ത് ഖത്ത് എന്താവുന്നതാണ് മക്തൂബിലേഹി തക്ക്. മക്തൂബിലേഹി ഞാൻ പറഞ്ഞില്ലേ, ആർക്കാണോ കത്തെഴുതുന്നത് അയാൾക്ക് എന്താ പറയുന്നത് ഉറുദുവില് മക്തൂബിലേഹി. ആരിലേക്കാണോ കത്തെഴുതുന്നത് അയാൾക്ക് എന്താ പറയുന്നതാണ് മക്തൂബിലേഹി എന്ന് പറയാം. മക്തൂബിലേഹി തക്ക്, മക്തൂബിലേഹി വരെ എന്ത് ചെയ്യും ചെന്നിട്ട് എന്ത് ചെയ്യും പഹൂഞ്ചിക്കർ എത്തിയിട്ട് എന്താവുന്നതാണ് ഖത്തം ഹോ ജായേഗ, അവസാനിക്കും. എവിടെയും വല്ല കുപ്പ് തൊട്ടിയിൽ എന്താവും മൂപ്പര് വലിച്ചെറിയും എന്നാണ് ആര് കരുതുക? കത്തെഴുതുന്ന മക്തൂബ് നിഗാർ കരുതുക. എന്ത് മക്തൂബിലേക്ക് എത്തിയിട്ട് എന്താവുന്നതാണ് അവസാനിക്കും. പിന്നെ ഖത്തിന് മറ്റൊരു പ്രത്യേകത ഇമ്പോർട്ടന്റ് എന്താണ്? IMP. ഇത് സ്ക്രീൻഷോട്ട് എടുക്കണ്ടല്ലേ? IMP എന്താണ്? ഖത്ത് ഗുഫ്തഗു ക നിഅമൽ ബദൽ ഹേ. ഖത്ത് എന്താണ്? ഗുഫ്തഗു എന്താണ്? ചർച്ച, സംഭാഷണത്തിന് എന്താണ് നല്ലൊരു പകരക്കാരനാണ്. നിഅമൽ ബദൽ കാരനാണ്, അതായത് എന്താണ് ആൾട്ടർനേറ്റീവ് വേ ആണ്. ഒരാൾ നേരിട്ട് സംഭാഷണം നടത്താൻ കഴിയാത്ത ആൾ, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യല, ചാറ്റ് ചെയ്യലേ ഒക്കെ ചെയ്യല് എന്തുകൊണ്ടാണ്? നമുക്ക് സംഭാഷണം നടത്താൻ ചിലപ്പോൾ ഫോം വിളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക ചാറ്റ് ചെയ്യല് അല്ലേ. അതേമാതിരി ഈ കത്ത് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നും അങ്ങനെ തന്നെ കേട്ടോ, ഒരുപാട് ആൾക്കാർ പരസ്പരം കത്തെഴുതുന്നുണ്ട്. കത്തെഴുതുന്നത് നല്ലതുമാണ്, നമ്മളെ റൈറ്റിംഗ് എന്താവുന്നതാണ് നമ്മളെ ഉഷാറായി വരും. ഖത്ത് ഗുഫ്തഗൂക നിയമൽ ബദൽ ഹേ, കത്ത് എന്ന് പറയുന്നത് സംഭാഷണത്തിന്റെ ഏറ്റവും നല്ല എന്താണ് പകരക്കാരനാണ്. മനസ്സിലായത്? ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് ഖുതൂത്ത് നിഗാരി, കത്തെഴുത്ത് എന്നുള്ളത് ബഹൈസിയത്ത് എക് ഫന്ന്, ഒരു കല എന്ന നിലയില് കത്തെഴുത്ത്. നമ്മളിപ്പോ ഇത്രയും നേരം സാധാരണ കത്തിനെ പറ്റി പറഞ്ഞാൽ ഇനി ഒരു കല എന്ന നിലയിൽ കത്തെഴുത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അഗർ മക്തൂബ് നിഗാർ, വലിയ വലിയ എഴുത്തുകാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ചിലപ്പോ ഇഖ്ബാല്, അല്ലെങ്കിൽ അൽതാഫ് ഹുസൈൻ ഹാലി, അല്ലെങ്കിൽ വാജിദ് അലി ഷാ, അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന മിർസ അസദുല്ലാ ഖാൻ ഗാലിബിന്റെ കത്തുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താവുന്നതാണ് ഒരുപാട് ജ്ഞാനങ്ങൾ കിട്ടും. പോരാത്തിന് ഇത്രയും വലിയ ആളുകളാകുമ്പോൾ അയാളുടെ മനസ്ഥിതി മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമല്ലേ? അയാൾ എത്തരത്തിലുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. നമ്മളെ പോലെയല്ലല്ലോ, സാധാരണക്കാരല്ലല്ലോ, ഉയർന്ന വ്യക്തിത്വങ്ങളല്ലേ. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് എന്താവുന്നതാണ് ഈ അവരുടെ കത്തുകൾ വായിച്ചാൽ നമുക്ക് എന്താവുന്നതാണ് സാധിക്കുന്നതാണ്. പോരാത്തതിനോ
ദുനിയാവിനെ കുറിച്ച് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ മൈന്യൂട്ട്, അവരുടെ നമ്മളെ കണ്ണുമാരെയല്ല, അവർ മൈന്യൂട്ടായിട്ട് നോക്കും, അതുപോലത്തെ മൈന്യൂട്ടായി ചിന്തിക്കും. അതിനേക്കാൾ മനോഹരമായിട്ട് അവർ ചിന്തിച്ച കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ എന്താവുന്നതാണ്, വളരെ മനോഹരമായിട്ട് അവർ ആവിഷ്കരിക്കുകയും ചെയ്യും. അപ്പൊ അവരുടെ കത്തുകൾ വായിച്ചാൽ നമുക്ക് എന്താവുന്നതാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. അതാണ് ഇനി പറയാൻ പോണത്, നോക്കിക്കോളൂ. അഗർ മക്തൂബ് നിഗാർ, കത്തെഴുത്തുകാരനെ ജിന്ദഗി കാ ഫഹ്മോ ഇദ്റാക് ഹെ, അതാണ് എഴുത്തുകാരന് ജിന്ദഗിക്ക, ജീവിതത്തെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ, ജ്ഞാനം ഉണ്ടെങ്കിൽ, ഫഹ്മ് പറഞ്ഞാല് ജ്ഞാനം, ഇദ്റാഖ് പറഞ്ഞാലോ അതും ജ്ഞാനം തന്നെയാണ്, അറിവ് ഉണ്ടെങ്കിൽ, ജീവിതത്തെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ. അഗർ പറഞ്ഞാല് ഇതൊരു പോയിന്റ്, നബ്സ് പറഞ്ഞാൽ മിടിപ്പ്, കായിനാത്ത് പർ ഉസ്കി ഉംഗലിയാ ഹെ, അതായത് കായിനാത്ത് പ്രപഞ്ചത്തിന്റെ മിടിപ്പിൽ മൂപ്പർക്ക് എന്തുണ്ട്, മൂപ്പരുടെ കൈ വിരലുകൾ ഉണ്ടെങ്കിൽ, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്താണ്, പ്രപഞ്ചത്തിന്റെ മിടിപ്പിൽ അദ്ദേഹത്തിന് കൈകൾ, എന്താണ്, വിരലുകൾ ഉണ്ടെങ്കിൽ, അതായത് പ്രപഞ്ചത്തെ കുറിച്ച് ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ. പിന്നെ ഉസ്കി സർഫ് നിഗാഹി, എഴുതുകളി പുതിയ വാക്കാണ്. നിഗാഹ് പറഞ്ഞ ദൃഷ്ടി, സർഫ് നിഗാഹി എന്ന് പറഞ്ഞാലോ സൂക്ഷ്മ ദൃഷ്ടി, അദ്ദേഹത്തിന് സൂക്ഷ്മ ദൃഷ്ടി. ഇൻസാനി നഫ്സിയാത് കെ പീച്ചോ ഹംസെ വാഖിഫ് ഹെ, മനുഷ്യന്റെ മനഃശാസ്ത്രത്തിന്റെ ഊടുംപാവും കയറ്റിറക്കങ്ങളില്ലേ, കയറ്റിറക്കങ്ങളെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ഉസ്കി ആവാസ്, ആ കത്തെഴുത്തുകാരന്റെ ശബ്ദം എന്തായിരിക്കും, ആഫാഖി ബൻജാത്തിയെ. എന്താണ് ആഫാഖി എന്ന് പറഞ്ഞാല്, യൂണിവേഴ്സൽ, എന്താ പറയാ, യൂണിവേഴ്സൽ, ഒരു ആഗോള ശബ്ദമായിട്ട് എന്താവുന്നതാണ്, അദ്ദേഹത്തിന്റെ ശബ്ദമായിട്ട് മാറും. എപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നല്ല ഫഹ്മോ ഇദ്റാഖ് ഉണ്ട്, അല്ലെങ്കിൽ നബ്സെ കായിനാത്ത് പർ എന്താണ്, അദ്ദേഹത്തിന് നന്നായിട്ട്, അതായത് പ്രപഞ്ചത്തിന്റെ മിടിപ്പുകളെ കുറിച്ച്, അതായത് പ്രപഞ്ചത്തെ കുറിച്ച് നന്നായിട്ട് ജ്ഞാനം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ അദ്ദേഹം സർഫ് നിഗാഹി, എന്താ വായിക്കുക, സർഫ് നിഗാഹി സൂക്ഷ്മ ദൃഷ്ടി. സൂക്ഷ്മ ദൃഷ്ടി എന്താണ്, മനുഷ്യന്മാരുടെ മനഃശാസ്ത്രത്തിന്റെ പീച്ചോ ഹം പറഞ്ഞാല് അങ്ങോട്ടും കൂടെ ഇല്ലേ, എന്താ പറയാ, അതിന്റെ എല്ലാവിധ വശങ്ങളെ കുറിച്ചിട്ടും നല്ല വാക്കിഫ് പറഞ്ഞാൽ അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കത്തുകളിൽ വായിക്കുന്ന, അദ്ദേഹത്തിന്റെ കത്തുകളിൽ ഉയർന്ന ശബ്ദം എന്തായിരിക്കുന്നതാണ്, ആഫാഖി ബൻജാത്തിയെ, അത് യൂണിവേഴ്സൽ എന്താവുന്നതാണ്, തീരുന്നതാണ്. അത് എല്ലാവർക്കും ഉപകാരപ്പെടും. മൂപ്പര കത്ത് ആർക്കാണോ എഴുതിയത് അയാൾക്ക് പുറമെ നമ്മളിപ്പോ ഗാലിബിനെ കത്ത് വായിക്കണം എന്തിനാണ്, ഞാൻ 200 ചില്ലാനും കത്തുകൾ ഞാൻ ആരെ വായിച്ചു, ഗാലിബിനെ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ മൂപ്പരുടെ ഒരുപാട് നല്ല മൂപ്പരുടെ കവിതകളെ കുറിച്ചിട്ടുള്ള മൂപ്പരുടെ അഭിപ്രായങ്ങള്, അതുപോലെ തന്നെ മൂപ്പരുടെ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ വിവരിച്ചിട്ടുണ്ട്, ഗാലിബിന്റെ കത്തിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ വെറും എക്സാമ്പിൾ ആയിട്ട് 2 മാത്രമേ പഠിക്കൂ, 2 പേജ് മാത്രം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക അടയാളപ്പെടുത്തിയിട്ട്, എത്രാമത്തെ പേജ് നോക്കിയാൽ മതി. അടുത്ത പേജ്. ഉറുദു മേ ഉസ്കി മിസാൽ ആരാണ്, നമ്മൾ പറഞ്ഞില്ലേ, ലോകത്തെ കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ ആ കത്തെഴുത്തുകാരന്റെ ആ കത്തിൽ ഉയരുന്ന ശബ്ദം എന്തായിരിക്കുന്നതാണ്, ആഫാഖി ബൻജാത്തി, അതെന്താണ്, യൂണിവേഴ്സൽ ആയി തീരുന്നതാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ് ഉറുദുവില് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയണം? ഇത് പോയിന്റ് ആട്ടോ ഷബാന. ഉറുദു മേ ഉസ്കി മിസാൽ സിർഫ് ഗാലിബ് ഹേ, ഈ പോയിന്റും നിർബന്ധമാണ്, ഈ പോയിന്റ് നിർബന്ധമാണ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, അടുത്ത ഈ പേജത്തെ ഈ പോയിന്റും നീ എന്ത് ചെയ്യണം. അടുത്ത് ഖുതൂത്ത് മേ മക്തൂബ് നിഗാർ കെ സാത്തി എഹ്സാസ് और जज्बात के साथ तारीख के उम्दा मवाद भी मिलते, വളരെ പ്രധാനപ്പെട്ടത്. ഈ കത്തിൽ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഈ സാധനം എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. എന്താണ്, ഖുതൂത്ത് മേ, കത്തെഴുത്തിൽ എന്താണ്, കത്തെഴുത്തുകാരന്റെ സാത്തി എഹ്സാസ്, വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ഉണ്ടാവില്ലേ, എഹ്സാസ് ജസ്ബാത്ത്, വ്യക്തിപരമായ എഹ്സാസാത്തോ ജസ്ബാത്ത് കെ സാത്ത്, അദ്ദേഹത്തിന്റെ വികാരങ്ങളോടൊപ്പം. പിന്നെ അതിൽ എന്തുണ്ടാവും, മൂപ്പര് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, ആ കാലഘട്ടത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ വിഷയങ്ങളും ഏതിൽ ചർച്ച ചെയ്യും, മൂപ്പര കത്തിൽ എന്താവുന്നതാണ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മൂപ്പര കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഏറ്റവും നല്ലത് ഏതാണ്, കത്താണ്. അപ്പൊ താരീഖ് എന്താ പറയണത്, ഖുതൂത്ത് മേ മക്തൂബ് നിഗാർക്ക് സാത്തി എഹ്സാസാത്തോ ജസ്ബാത്ത് കെ സാത്ത്, അതായത് മക്തൂബ് നിഗാർ കത്തെഴുത്തുകാരന്റെ സാത്തി എഹ്സാസാത്ത്, വ്യക്തിപരമായ വികാരങ്ങളോടൊപ്പം അതിൽ എന്തും കിട്ടുന്നതാണ്, താരീഖ് ഉംദ. എന്താണ് ഉംദ എന്ന് പറഞ്ഞാൽ എന്താണ് ഷബാന, മികച്ച, എന്താണ്, മികച്ച മവാദ് പറഞ്ഞാൽ, മവാദ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യകാരത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് മെറ്റീരിയൽസ്.
അതായത് ചരിത്രത്തിന് നല്ല മികച്ച മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്, എവിടെ കത്തുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളെ ഗാലിബിന്റെ കത്ത് 1857 ആ കലാപത്തിൽ ദില്ലിയിൽ എന്തൊക്കെ സംഭവിച്ചു, ആ സംഭവ വികാസങ്ങൾ മൂപ്പര് എന്ത് ചെയ്തു, ഒരു ഫോട്ടോഗ്രാഫറിന്റെ മാറി മൂപ്പര കണ്ണുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്, വായിക്കാൻ കഴിയുന്നതാണ്. അത്രക്കും മനോഹരമായ ഒരു എന്താണ് അത്രക്കും മനോഹരമായിട്ട് ഒരു വിവരണം ഷബാനാന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കൂല. എൻ്റെ ഹിസ്റ്ററി മൊത്തം എടുത്ത് നോക്കി നോക്ക്. 1857 ആ ചരിത്രം, അന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെ നടന്നു നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഗാലിബിന്റെ കത്തുകൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 4 വാളിയുള്ള കത്തുകൾ നേരെ തീരുന്നിട്ട് വായിച്ചാല് നിനക്ക് മനസ്സിലാകും ആ കാലഘട്ടത്തിൽ എന്താ നടന്നതെന്ന്. അത്രക്ക് മനോഹരമായിട്ടുള്ള രീതിയിലാണ് മൂപ്പര് തന്റെ കത്തുകളിലൂടെ മൂപ്പര് വിവരിച്ചത്. കാരണം മൂപ്പര് ആകെ ഒറ്റപ്പെട്ടു. മൂപ്പര് ആകെ എന്ത് ചെയ്തു, ഒറ്റപ്പെട്ടു. പിന്നെ മൂപ്പർക്ക് വേറെ പണിയൊന്നും ഇല്ല. മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പര് ഒരുപാട് ആൾക്കാർ മരിച്ചു ആ കലാപത്തില്. മനസ്സിലായില്ലേ? അപ്പോ മസലൻ ഉദാഹരണത്തിന് അപ്പൊ നമ്മൾ പറഞ്ഞു താരീഖ് മവാദുബി മിൽത്തഹി, എവിടെ ചരിത്രത്തിന്റെ ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്, എവിടെ ലഭിക്കും, കത്തുകൾ ലഭിക്കും. ഉദാഹരണം ഫോർ എക്സാമ്പിൾ എവിടെ 1857 1857 ഈസവിക്ക് ദില്ലിക്ക് ബടാ ഉജഡന എന്താ പറയാ, ഉജഡന തകരുക കേട്ടോ. എന്താ പറയാ, ഉജഡന എന്താ ഉജഡന എന്ന് പറഞ്ഞാൽ എന്താണ്, തകരുക. ദില്ലിക്ക് ഉജർനേക്ക വാക്യ, ദില്ലി തകർന്ന ആ സംഭവമില്ലേ, ജിസ് തര എപ്രകാരമാണോ ഗാലിബ് അപ്നെ ഖുതൂതുമേ, ഗാലിബ് തന്റെ കത്തുകളില് ബയാൻ കിയാ ഹെ വിവരിച്ചിട്ടുള്ള എപ്രകാരമാണോ 1857 ആ കലാപത്തിന്റെ ദില്ലി തകർന്നതിന്റെ ആ ചിത്രം ഗാലിബ് തന്റെ കത്തുകളിൽ വിവരിച്ചിരിക്കുന്നത്, വോ കിസി താരിഖി കിതാബ് സെ കം നഹി, അത് ഒരു ചരിത്ര ഗ്രന്ഥത്തെക്കാളും ചെറുതല്ല. അതായത് ഒരു ചരിത്ര ഗ്രന്ഥത്തിന് സമാനമാണ് മൂപ്പരുടെ കത്തുകൾ എന്ന് പറയുന്നത്. ഇന്നും നമ്മൾ റെഫർ ചെയ്യാൻ പോണത് മൂപ്പരുടെ കത്തുകളാണ്. പക്ഷെ ഉറുദുവിലായിരിക്കില്ല, പക്ഷെ ഇംഗ്ലീഷിലായിരിക്കും അത് കാണാൻ സാധിക്കുക. അടുത്ത് നോക്കാം. ഗാലിബിക്ക് ഖുതൂത്ത് നബീസി ആകാസ്. നമ്മള് എന്തൊക്കെ പഠിച്ചപ്പോ പറഞ്ഞാണ്, കത്തെഴുത്ത് എന്താണ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. പിന്നെ കത്തെഴുത്ത് ഒരു കല എന്ന നിലയിൽ ആ കത്തിന്റെ പ്രാധാന്യം എന്താണ് നമ്മൾ പഠിച്ചു. പിന്നെ ഞാൻ എന്താ പഠിക്കാൻ പോണത്, ഗാലിബിക്ക് ഖുതൂത്ത് നബീസി കാ ആകാസ് അല്ലേ. ഇത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ നിർത്താട്ടോ, ഈ കാര്യം നിർത്താം.